ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന +2 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഒരു മാച്ച് ദ ഫോളോവിങ് ആയിരുന്നു അല്ലേ. ഫ്രാൻകോയിസ് ബെർണിയർ. ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഫ്രാൻസ് ആണ് വരുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള ട്രാവലർ ആയിരുന്നു ഫ്രാൻകോയിസ് ബെർണിയർ എന്ന് പറയുന്നത്. അടുത്ത് ഇബനു ബത്തൂത്തയാണ്. ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത് മൊറോക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ അടുത്ത് അൽബിറുണി. ഓക്കെ, അൽബിറുണി എന്ന് പറയുന്നത് എവിടത്താണ്? ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലേ. പിന്നെന്താ മാനുക്കി ആണെന്നുണ്ടെങ്കിൽ ഇറ്റലിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ട്രാവലേഴ്സും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലേസസും. ഓക്കെ, അതായിരുന്നു മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ വീരശൈവ മൂവ്മെൻറ്റ്? വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടർ ആരാണ്? ബാസവണ്ണയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാസവണ്ണയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സാക്രഡ് സെൻറ്റർ? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൽ സാക്രഡ് സെൻറ്ററിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതാ വരിക? വിതല സ്വാമി ടെമ്പിളാണ്. വിതല ടെമ്പിളാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്, വിതല ടെമ്പിളാണ് വരുന്നത്. ഓറിയം എന്ന് പറയുന്ന ഇനി നെക്സ്റ്റ് വരുന്നത്, ഹൂ പെയിൻറ്റഡ് ഇൻ മെമ്മോറിയം? ഓക്കെ, ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? യെസ്, ആൻസർ വരുന്നത് ജോസഫ് നോയൽ പാറ്റൺ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ 1857 വിപ്ലവത്തെ പറ്റി പഠിക്കുന്നില്ലേ, ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ടൈമിൽ ഇത് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഇനി അടുത്ത, നെയിം ദ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോഡ് ബൈ ദ ടെമ്പിൾസ് ഇൻ ആൻഷ്യൻ കേരള? ഏതാണ് വരിക? കച്ചമാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതായത് ആൻഷ്യൻ കേരളയിൽ നമ്മുടെ എന്താ പറയുക, ക്ഷേത്രങ്ങൾ ഫോളോ ചെയ്ത ഒരു പെരുമാറ്റ രീതി, ആ ഒരു ചട്ടങ്ങൾ എന്താ പറയുക, കച്ചം എന്നാണ് പറയുക. ഇനി വരുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ ആയിരുന്നു. ഇത് കറക്റ്റ് ആൻസർ എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് വരുന്നത് പഴശ്ശി റിവോൾട്ടാണ് കേട്ടോ. പഴശ്ശി റിവോൾട്ട് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒന്നാമത് ഇതാണ് വരിക, പഴശ്ശി റിവോൾട്ട്. രണ്ടാമത് മലബാർ റെബലിയൻ വരുന്നുണ്ട്. മൂന്നാമത് വൈക്കം സത്യാഗ്രഹം വരുന്നുണ്ട്. നാലാമത് കയ്യൂർ റിവോൾട്ട് വരുന്നുണ്ട്. ഈ രീതിക്കാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഇത് നാലും ഞാൻ ക്രൊണോളജിക്കൽ ഓർഡർ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അതിനകത്തുനിന്ന് തന്നെയാണ് ഈ 4 ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും 4 മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമുക്കിതിൻ്റെ തന്നെ മലയാളം മീഡിയത്തിലെ ആൻസേഴ്സ് കൂടി ഒന്ന് പറഞ്ഞു പോവാം. ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇബൻ ബത്തൂത്ത ഏതാ വരിക? യെസ്, മൊറോക്കയാണ് വരുന്നത്. അൽബിറുണി ആണെന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാനാണ്. മനുച്ചി ആണെന്നുണ്ടെങ്കിൽ ഇറ്റലിക്കാരനാണ്. ഓക്കെ, ഇറ്റലിയാണ് വരുന്നത്. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബസവണ്ണയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഏതാ? ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിശുദ്ധ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? യെസ്, നമ്മുടെ വിതല ക്ഷേത്രമാണ്. ഓപ്ഷൻ എ ആണ്, വിതല ക്ഷേത്രമാണ് വരുന്നത്. ഇനി ഇൻ മെമ്മോറിയം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം, പ്രാചീന കേരളത്തിൽ ക്ഷേത്രങ്ങൾ പാലിച്ചു പോന്നിരുന്ന പെരുമാറ്റ സംഹിതയുടെ പേരെഴുതുക? ഏതാണ്? കച്ചമാണ് വരുന്നത്. ഓപ്ഷൻ സി, കച്ചം. ഓക്കെ, ഇനി കാലഗണനയുടെ ആൻസർ ഞാനൊന്ന് എഴുതി തരാം. ഒന്നാമത് വരുന്നത് പഴശ്ശി കലാപമാണ് വരുന്നത്. രണ്ടാമത് എന്താണ്? മലബാർ കലാപമാണ് വരിക. മൂന്നാമത് വൈക്കം സത്യാഗ്രഹം വരുന്നുണ്ട്. നാലാമത് കയ്യൂർ സമരവും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, സോ ഇതിൽ ക്രൊണോളജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡേഴ്സൊക്കെ ഉൾപ്പെടുത്തി വെച്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. മാപ്പും അതുപോലെയാണ് കേട്ടോ. ഡൽഹി, ലക്നൗ, കാൺപൂർ, ഝാൻസി ഒക്കെ മാപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലും ഈ പ്ലേസസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പ്ലേസ് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നെയാണിത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോഴും അത്യാവശ്യം പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എസ്സേ ചോദ്യം വരുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മുഗൾ പീരീഡിലെ മുഗൾ എംപയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ, ഇത് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. പിന്നെ എന്താ, മഹാത്മാഗാന്ധിയെ റിലേറ്റ് ചെയ്ത്, ഗാന്ധിജിയുടെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരെണ്ണം എന്തായാലും വരുന്നതാണ്. ആ രീതിക്ക് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് എക്കണോമിക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്കണോമിക്സ് കൂടി ആകുമ്പോൾ നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്ന ഈ ഒരു ദൗത്യം എവിടെ തീരുകയാണ്. സോ ഈ ഒരു എന്താ പറയുക, എക്കണോമിക്സിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈക്രോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാക്രോയ്ക്ക് മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ്. അങ്ങനെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോ മാത്രമല്ല, ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അടങ്ങുന്ന ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇമ്പോർട്ടൻ്റ് എസ്സേ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അത് സെപ്പറേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാഫ്സ്, ഇക്വേഷൻസ്, പ്രോബ്ലംസ്
അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൈക്രോയുടെ മാക്രോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇനി എല്ലാവരും എക്കണോമിക്സിന് വേണ്ടി കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വരുന്നത് നമ്മുടെ പബ്ലിക് എക്സാമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം ദിവസമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഇന്നത്തെ ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, ഡിഫിക്കൽട്ടായിരുന്നോ, അതോ ഒരു മോഡറേറ്റ് ലെവലായിരുന്നോ എന്നൊക്കെയുള്ള കാര്യം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.